എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ, നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളത് രേണു സുധി. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഈ അടുത്ത കാലത്തൊന്നും ഇത്ര മാത്രം നെഗറ്റീവ് കമന്റ്സ് ആർക്കും കിട്ടിയിട്ടുണ്ടാവും ഇല്ല. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഈ നെഗറ്റീവ് പറയുന്ന ഏതേലും ഒരുത്തനെ വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ എന്റെ സ്ഥാനത്ത് ഒന്ന് നിൽക്കാൻ പറ്റുമോ? മാർക്കും ഉറക്കം വരുന്നു. എന്തുകൊണ്ട് ചേച്ചിക്ക് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് കമന്റ്സ് വരുന്നു എന്ന് തോന്നിയപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ് ഡ്രസ്സിങ് ഭയങ്കരമായിട്ട് മാറി. അന്നേ അങ്ങനെയൊക്കെ ഡ്രസ് ചെയ്യുന്ന ഒരാളായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നല്ലോ. ഈ ഡ്രസ് എനിക്ക് വേറെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലടാ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? മറക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ മറച്ചു തന്നെയാണ് വെച്ചേക്കുന്നത്. ഒരു വീഡിയോ കൂടി കാണിക്കട്ടെ, ഒരു ഫോട്ടോഷൂട്ട് കൂടി കാണിക്കട്ടെ. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. നല്ല വയറല്ലേ? ആ വയറ് കാണിക്കുന്നതിന് എന്താ വിഷയം? എനിക്ക് ആ വയറ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമാണ്. എനിക്കൊരു കുഴപ്പവും തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ അത് ഇട്ട് വയറ് കാണിച്ചു. അതൊരു ഫോട്ടോഷൂട്ടാണ്. ഇവള് പറഞ്ഞതിലും കാര്യമുണ്ട്. കൊറേ എണ്ണുണ്ട്, ഒരു വിവരവും ഇല്ല. ഇനിയും കാണിക്കണോ? ഇനിയും ഞാൻ കാണിക്കും ഫോട്ടോഷൂട്ടില്. ഒരു ന്യൂഡായിട്ട് ചെയ്യാൻ ഒരു ഇത് വന്നാ ചെയ്യുവോ? പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. പറഞ്ഞോളൂ. ന്യൂഡായിട്ടൊന്നും നമ്മൾ ചെയ്യത്തില്ല. നമുക്ക് ഇല്ല. എക്സ്ട്രീം ലെവലൊന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലായിരിക്കും. എന്താ ആ പ്രതീക്ഷയും തകർന്നു? ഇല്ലായിരിക്കും. ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്നാലും ചിലപ്പോ ചെയ്യാതിരിക്കാം. കാരണം ഇതെല്ലാം കേട്ട് ചിലപ്പോ ഞാൻ അങ്ങനെ ആയ തന്നെ ചെയ്യും. അവള് കാര്യമായിട്ട് പറഞ്ഞതാണോ അതോ ആക്കിയതാണോ? ഈശ്വരാ, വെറുതെ കൊതിപ്പിക്കല്ലേ.